പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS +2 കൊമേഴ്സിൽപ്പെട്ട ബിസിനസ് സ്റ്റഡീസ് കോഡ് നമ്പർ 319 8ാമത്തെ ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലാണ് ആദ്യത്തെ സിലബസ് അപ്ഡേഷൻ പ്രകാരം എക്സാം നടന്നത്. അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണും മാറി, പുസ്തകം പൂർണ്ണമായും മാറി. പുതിയ പുസ്തകം പ്രിന്റ് ചെയ്തു. 24 ചാപ്റ്ററിൽ നിന്ന് 23ആയി റിവേഴ്സ് ചെയ്തു. അതിൻ്റെ 60% ഭാഗങ്ങൾ മാത്രം നിങ്ങൾ എക്സാമിന് പഠിച്ചാൽ മതി. അതിൽപ്പെട്ട ചാപ്റ്ററാണ് 8ാമത്തെ ചാപ്റ്റർ. ഇതിൽ വരുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസർ, ലോങ് ആൻസർ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവതരിപ്പിച്ചു. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ട് സെക്ഷൻ എയിൽ കാണുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. സെക്ഷൻ എയിൽ സാധാരണ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ബ്രാക്കറ്റ് എടുത്തെഴുതാൻ, ട്രൂ ഓർ ഫോൾസ്, മാച്ച് ദ ഫോളോയിങ്സ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, ഈ രീതിയിലാണ് സെക്ഷൻ എയിൽ വരുന്നത്. ഇതിന്റെ ആൻസർ കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യണം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഗൈഡ് പഠിച്ചാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാം. പക്ഷേ മൾട്ടിപ്പിൾ ചോയ്സിന്റെ ക്വസ്റ്റ്യൻസ് അറിയാം, ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് ജസ്റ്റ് വായിച്ചു പോയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പൊ വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ 2 ഭാഗമായിട്ടാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അവതരിപ്പിക്കുന്നത്. ഇന്നൊരു 10 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. ഓരോന്നിനും ഓരോ മാർക്കാണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ ഇംഗ്ലീഷിലാണ് വരുന്നത് എക്സാമിന്. മലയാളത്തിൽ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ബോർഡിൽ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എഴുതി അതിന്റെ അർത്ഥം പറഞ്ഞ് മലയാളത്തിലെ ആൻസർ പറയും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്. ഡാഷ് ഹെൽപ്പ് ഇൻ ഗെറ്റ് റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ്. അതായത് ഏതാണ് നമുക്ക്, അതായത് ശരിയായ സമയത്ത് ശരിയായ ജോലിക്ക് ശരിയായ ആളുകളെ നിയമിക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? അതാണ് സ്റ്റാഫിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്, ഡാഷ് ഇൻവോൾവ് എസ്റ്റിമേറ്റ് ദി മാൻ പവർ. ഏതാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന മാൻ പവർ റിക്വയർമെന്റ്? ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം മാൻ പവർ വേണം എന്ന് തീരുമാനിക്കുന്ന പ്രോസസ്സാണ് എന്തത്? മാൻ പവർ പ്ലാനിങ്, MPP. മൂന്നാമത്, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക് കളക്ടിങ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഓൾ ദി ആസ്പെക്ട്. ഒരു ജോബിന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ജോബ് അനാലിസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാലാമത്, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ആൻഡ് അട്രാക്ടിങ് സൂട്ടബിൾ അപ്ലിക്കന്റ് ഫോർ ദി എംപ്ലോയ്മെന്റ്. ഏതാണ് കണ്ടെത്തുക, അതേപോലെ തന്നെ സൂട്ടബിൾ ആയിട്ട് ഓരോ എംപ്ലോയ്മെന്റിന് ആവശ്യമായ ആളുകളെ കണ്ടെത്തുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഞ്ചാമത്, ഇന്ത്യയുടെ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഇൻക്ലൂഡ് ഡാഷ് ആൻഡ് ഡാഷ്. ഇന്ത്യയുടെ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ ഏതൊക്കെ വരും? ട്രാൻസ്ഫറും പ്രൊമോഷനും ആണ് വരുന്നത്. ആറാമത്, ദി ഒബ്ജക്റ്റ് ഓഫ് സെലക്ഷൻ ഇസ് ടു റിജക്ട് ദി. എന്താണ് സെലക്ഷനിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? എന്താണ് അവിടെ റിജക്ട്, എന്താണ് അവിടെ തള്ളിക്കളയുന്നത്? അൺസൂട്ടബിൾ കാൻഡിഡേറ്റ്, ആവശ്യമില്ലാത്ത ആളുകളെ, കാൻഡിഡേറ്റിനെ ഒഴിവാക്കുക. അതാണ് സെലക്ഷന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഏഴാമത്തെ, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ന്യൂ എംപ്ലോയീസ് ഫോർ ദ. ഏതാണ് പുതിയൊരു എംപ്ലോയീസിന്റെ ഓർഗനൈസേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത്? ഇൻഡക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എട്ടാമത്തെ, ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് ടീച്ചിങ് ടെക്നിക്കൽ സ്കിൽ. ഏതാണ് വരുന്നത്? ട്രെയിനിങ് ആണ്. ട്രെയിനിങ്ങിലൂടെയാണ് ടെക്നിക്കലായിട്ട് സ്കിൽ ടീച്ച് ചെയ്യുന്നത്. 9, ഡെവലപ്മെന്റ് ഈസ് സൂട്ടബിൾ ഫോർ ഡാഷ്. മാനേജീരിയൽ സ്റ്റാഫിനാണ് ട്രെയിനിങ് കൂടുതൽ, അല്ല ഡെവലപ്മെന്റ് സൂട്ടബിൾ ചെയ്യുന്നത് മാനേജീരിയൽ സ്റ്റാഫിനാണ്. 10ാമത്തെ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഡാഷ് സോഴ്സ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഏത് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്? എക്സ്റ്റേണൽ സോഴ്സസ് ആയിട്ടാണ് വരുന്നത്. എക്സ്റ്റേണൽ സോഴ്സ് റിക്രൂട്ട്മെന്റ് ആണ് എംപ്ലോയ്മെന്റ്. ഇത്രയാണ് വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് ഇതെല്ലാം നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. Okay, thank you.